തിരുവചനം തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് ദൈവമെല്ലാം നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടുത്തുന്നത്. ദൈവത്തെ സ്നേഹിക്കാതെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മെ തന്നെ സ്നേഹിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ ദൈവം ദൈവീക പദ്ധതിയാക്കി മാറ്റി അവരെ അനുഗ്രഹിക്കുന്നത് വിശുദ്ധരുടെ ജീവിതത്തിൽ, ദൈവവിശ്വാസികളുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തോബിത്തിൻ്റെ പുസ്തകത്തിൽ തോബിത്തിൻ്റെ ജീവിതത്തെ അനുഭവം നമുക്ക് ഒരു വലിയൊരു ഉദാഹരണമാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ, അവസാനത്തെ അധ്യായമാണ് 14-ാം അധ്യായത്തിൽ തോബിത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. തോബിത്ത് 58-ാമത്തെ വയസ്സിൽ അവന് കാഴ്ച നഷ്ടപ്പെട്ടു. 8 വർഷം കഴിഞ്ഞാണ് ആ കാഴ്ച തോബിത്തിന് തിരിച്ചു കിട്ടുന്നത്. അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ദൈവമായ കർത്താവിനെ ഭക്തിപൂർവം സ്തുതിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ അവസ്ഥ തൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ, പ്രയാസങ്ങളൊക്കെ കടന്നു വന്നിട്ടും ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് തോബിത്തിൻ്റെ ജീവിതം അവസാനം അനുഗ്രഹമായിട്ട് മാറി. ഈ തോബിത്ത് മകന് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. തോബിത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ, 6-ാം തിരുവചനത്തിൽ 6-ാമത്തെ വാക്യത്തിൽ എപ്രകാരമാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയെന്ന് തോബിത്ത് മനോഹരമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒന്നാമത്, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കുകയും നിങ്ങളിൽ നിന്ന് അവിടുന്ന് മുഖം മറയ്ക്കുകയില്ല. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഈ ഒരു നിലപാട് എടുത്ത് ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് കഴിയണം. എന്താണ്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ കർത്താവിലേക്ക് നമ്മൾ തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നിങ്ങൾ കർത്താവിലേക്കാണ് തിരിയേണ്ടത്. ലോകത്തിലുള്ള വ്യക്തികളിലോ ലോകത്തിലുള്ള വസ്തുക്കളിലോ ലോകത്തിലുള്ള വ്യക്തിബന്ധങ്ങളിലോ തിരിഞ്ഞ് അവിടെ നിന്ന് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാമെന്ന് വിചാരിച്ചാൽ അത് അനുഗ്രഹമായിട്ട് മാറുകയില്ല. എല്ലാം നന്മയായിട്ട് മാറണമെങ്കിൽ എല്ലാം നന്മ സ്വരൂപനായ ദൈവത്തിലേക്ക് നമ്മുടെ ഹൃദയവും മനസ്സും നമ്മുടെ ജീവിതവും തിരിഞ്ഞിരിക്കണം. സൂര്യകാന്തി ആ സൂര്യനെ നോക്കി തിരിഞ്ഞ് പുഷ്പിക്കുന്നത് പോലെ, സൂര്യകാന്തി ചെടി ആ പുഷ്പം സൂര്യനെ നോക്കി ഇത് വിടർന്നു നിൽക്കുന്നത് പോലെ ഒരു വിശ്വാസി, യേശുവിൽ വിശ്വസിക്കുന്ന വിശ്വാസി, അവൻ്റെ ചിന്തകളും അവൻ്റെ മനോഭാവങ്ങളും അവൻ്റെ നോട്ടവുമെല്ലാം യേശുവിലേക്കായിരിക്കണം. യേശുവിനെ നോക്കി യേശുവിലേക്ക് തിരിഞ്ഞ് ജീവിക്കാനായിട്ട് തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുണ്ടാകും. സങ്കീർത്തനം പറയുന്നില്ല, അവനെ നോക്കിയവർ പ്രകാശിതരായി. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ദൈവത്തെ നോക്കി ദൈവസന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. കാരണം സത്യസന്ധമായിട്ട് വ്യാപരിക്കണമെന്നാണ് പറയുന്നത്. ദൈവസന്നിധിയിൽ സത്യസന്ധത ഉണ്ടാകണം. ഒരു കള്ളം പറയാൻ, ഒരു കാര്യം നേടാനായിട്ട് നമ്മൾ കള്ളം പറയുന്ന സ്വഭാവമാണെങ്കിൽ അത് സത്യസന്ധത ഇല്ലായ്മയാണ്. നമ്മൾ ചെയ്ത പ്രവൃത്തി ന്യായീകരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയാണ് ശരിയെന്ന് വരുത്തി തീർക്കുവാനായിട്ട് നമ്മൾ കള്ളം പറയുമ്പോൾ യഥാർത്ഥത്തിൽ സത്യസന്ധത ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സത്യസന്ധതയോടെ വ്യാപരിക്കണം. സത്യസന്ധതയോടെ വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കാതെ ജീവിക്കാനായിട്ട് കഴിയണം. സത്യസന്ധതയോടെ വ്യാപരിക്കണം. വീണ്ടും തുടർന്ന് തോബിത്ത് പറയുകയാണ്, അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ. കാരണം ദൈവം ചോദിക്കാതെ തന്നെ നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, നന്മകൾ തന്നിട്ടുണ്ട്. മനുഷ്യനായി ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജീവിക്കുവാൻ, ഒരു സ്ത്രീയാകാം പുരുഷനാകാം,
ആ ഒരു വ്യക്തിത്വത്തിൽ ദൈവം നമ്മളെ ഈ സൃഷ്ടിച്ചത് അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ദൈവം തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. എപ്പോഴും നമ്മൾ ചിന്തിക്കണം. നമുക്ക് ലഭിച്ച കാഴ്ച, കേൾവി, സംസാരം, ആരോഗ്യം, നമുക്ക് ലഭിച്ച കുടുംബപരമായ അനുഗ്രഹങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇതൊക്കെ ഓർത്ത് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഉച്ചത്തിൽ അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കണം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തി നമ്മൾ ചെയ്യാനായിട്ട് കഴിയണം. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെപ്പറ്റി ചിന്തിച്ച് ഉച്ചത്തിൽ അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കാനായിട്ട് കഴിയണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ദൈവം അതൊക്കെ അനുഗ്രഹമാക്കി മാറ്റുന്നത്. അപ്പോൾ ഉച്ചത്തിൽ അവിടുത്തെ കൃതജ്ഞത അർപ്പിക്കുവിൻ. നമ്മൾ ഇത് ചെയ്യുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകളിൽ ഉറച്ച സ്വരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഉച്ചസ്വരത്തിൽ ദൈവനാമം വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? അതോ അലക്ഷ്യമായിട്ട് നമ്മൾ മനസ്സും ഹൃദയവും അടച്ച് അതരവും അടച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഭാവനയിൽ കുടുംബ പ്രാർത്ഥനയിൽ വെറുതെ ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് ഇരിക്കുന്ന ജീവിതമാണെങ്കിൽ അത് ദൈവത്തെ നമ്മൾ കൃതജ്ഞതാപൂർവം നമ്മൾ ഉച്ചത്തിൽ അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നില്ല. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നത്? അതരം തുറന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനും ഗാനങ്ങൾ ആലപിക്കുവാനും പ്രാർത്ഥനയിൽ പ്രത്യുത്തരം പറയുവാനും ഒക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ഉച്ചത്തിൽ അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നവരായിട്ട് മാറുന്നത്. കാരണം ഓരോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക്, ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ കൃപാവരങ്ങൾക്ക് കൃതജ്ഞത അർപ്പിക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവോടുകൂടി വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച രക്ഷാകര പ്രവർത്തനങ്ങളെ ധ്യാനിച്ചുകൊണ്ട്, ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണം. നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ, യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ പറയുകയാണ്. കാരണം ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ പുകഴ്ത്തുവാനും നമുക്ക് സാധിക്കണം. ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത് ഒരു പോരായ്മയായി കരുതുന്ന മനുഷ്യൻ്റെ ജീവിതം അനുഗ്രഹമാവുകയില്ല. അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം അനുഗ്രഹമായി മാറണമെങ്കിൽ അവൻ ഈ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും കൃതജ്ഞത അർപ്പിക്കുവാനും തയ്യാറാകണം. മറ്റൊന്ന് വീണ്ടും തോബിത്ത് പറയുകയാണ്, പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വെച്ച് ഞാൻ അവിടത്തെ സ്തുതിക്കുന്നു. കാരണം പ്രവാസം കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സഹനത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ വേദനയുടെ കാലഘട്ടമാണ് പ്രവാസത്തിൻ്റെ കാലഘട്ടം. വേദനയുടെയും അതുപോലെ തന്നെ തകർച്ചയുടെയും അസ്വസ്ഥതയുടെയും കാലഘട്ടത്തിലും നമുക്ക് അവിടുത്തെ സ്തുതിക്കുവാനായിട്ട് കഴിഞ്ഞാൽ ദൈവം സകലതും നന്മയ്ക്കായിട്ട് മാറ്റും. പലരുടെയും ജീവിതാനുഭവങ്ങൾ പറയുന്ന ഇതാണ്. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ വന്നപ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങി. ഈ പറയുന്ന തോബിത്ത് അവൻ്റെ ജീവിതത്തിൽ അന്ധത വന്നപ്പോൾ, കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടപ്പോൾ തോബിത്ത് പരാതിപ്പെടുന്നില്ല, ദൈവത്തിനെതിരായ പരിഭവം പറയുന്നില്ല. തോബിത്ത് എന്താ ചെയ്തത്? ആ പ്രവാസ കാലഘട്ടം, ഈ അന്ധതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് തോബിത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാസത്തിൻ്റെ കാലഘട്ടമായിരുന്നു. കാരണം ഉണ്ടായിരുന്ന ആ കാഴ്ച നഷ്ടപ്പെട്ട ഒരവസ്ഥ അതൊരു പ്രവാസത്തിൻ്റെ അവസ്ഥയാണ്. നമുക്കുണ്ടായിരുന്ന നന്മകൾ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. ഒരുപക്ഷെ ആരോഗ്യമാകാം, ഒരുപക്ഷെ സമ്പത്താകാം, ഒരുപക്ഷെ കുടുംബ ബന്ധങ്ങളിലെ വ്യക്തിബന്ധങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ ജോലിയാകാം, നമ്മുടെ കഴിവുകളാകാം. ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പ്രവാസത്തിൻ്റെ കാലഘട്ടമാണ്. ആ പ്രവാസത്തിൻ്റെ കാലഘട്ടത്തിലും നമ്മൾ അവിടത്തെ സ്തുതിച്ചാൽ അവിടെ കർത്താവ് എല്ലാം നന്മയാക്കി മാറ്റും. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയണം. പ്രവാസത്തിൻ്റെ കാലഘട്ടം അത് സഹനത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയമുണ്ടാകുമ്പോൾ, ഒരു സഹനമുണ്ടാകുമ്പോൾ, ഒരു തിരസ്കരണമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ സ്തുതിച്ചാൽ ദൈവം എല്ലാം നന്മയാക്കി മാറ്റും. അതിനെയും ദൈവം നന്മയാക്കി മാറ്റും. അപ്പോൾ അതിനെ ഓർത്ത് നമ്മൾ വിഷമിച്ച് കരഞ്ഞ് ഇത് ചെയ്തവരെയും അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ പഴി പറഞ്ഞ് നിരാശപ്പെട്ട് ദൈവത്തോട് പിറുപിറുത്ത് നിന്നാൽ നന്മയായി മാറില്ല, എല്ലാം നന്മയായി മാറില്ല. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി ഈ പിറുപിറുപ്പൊന്നും ഇല്ലാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, ആർക്കെതിരെയും തിന്മ നിരൂപിക്കാതെ ആ സാഹചര്യങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങും. തുടർന്ന് വീണ്ടും തോബിത്ത് പറയുകയാണ്, പാപികളായ ജനതയോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുവിൻ. പ്രിയമുള്ളവരെ,
യേശുവിൽ വിശ്വസിക്കുകയും യേശുവിൽ സ്നേഹിക്കുകയും എന്ന് പറഞ്ഞാൽ ഈ സത്യദൈവത്തെ മറ്റുള്ളവരോട് പ്രഘോഷിക്കാൻ കഴിയണം. പാപികളായ ജനതയോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുമെന്നാണ് തോബിത്ത് പറയുന്നത്. എല്ലാം നന്മയായി നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടണമെങ്കിൽ ദൈവം നമുക്ക് നൽകിയ ശ്രേഷ്ഠമായ ആ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് അതിൻ്റെ മഹത്വം പ്രഘോഷിക്കുവാനായിട്ട് കഴിയണം. പാപികളായ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ദൈവത്തെ അറിയാത്തവരുണ്ട്, തിന്മകളിൽ അടിമപ്പെട്ട വ്യക്തികളുണ്ട്, മദ്യത്തിനും മയക്കുമരുന്നിനും ജഡിക പാവങ്ങൾക്കും അടിമപ്പെട്ട് ദൈവത്തെ നിഷേധിച്ച് ദേവാലയത്തിൽ നിന്ന്, കൂദാശകളിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്ന പാപികളായ മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് ദൈവത്തെ പ്രഘോഷിക്കുവാനായിട്ട് കഴിയണം. സ്നേഹത്തെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ച്, നന്മയെക്കുറിച്ച് ദൈവം അവരെ കരുതുന്നു എന്ന ആ ബോധ്യം അവർക്ക് പകർന്നു കൊടുത്ത് അവരോട് ദൈവത്തെ പ്രഘോഷിക്കുവാനായിട്ട് കഴിയണം. സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് കഴിയണം. അപ്പോൾ ദൈവമെല്ലാം നന്മയായിട്ട് മാറ്റണമെങ്കിൽ നമ്മുടെ ജീവിതം ഒരു സുവിശേഷ പ്രഘോഷണമാക്കി മാറ്റണം. ആരുടെ ഇടയിലേക്കാണ് ഇറങ്ങി ചെല്ലേണ്ടത്? എല്ലാം നന്നായിരിക്കുന്നവരുടെ ഇടയിലേക്കല്ല, പാപികളുടെ ഇടയിലേക്ക്, ബലഹീനരുടെ ഇടയിലേക്ക്, അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കർത്താവിൻ്റെ സുവിശേഷം നമ്മൾ കൊടുത്താൽ ദൈവം നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളെയും നന്മയാക്കി മാറ്റും. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. വീണ്ടും തുടർന്ന് പറയുക തോബിത്ത്, പാപികളെ പിന്തിരിയുവിൻ, അവിടുത്തെ മുൻപിൽ നീതി പ്രവർത്തിക്കുവിൻ. കാരണം അവരോട് പറയാനായിട്ട് കഴിയണം. കുറവുകളും തിന്മകളും പാപാവസ്ഥയിൽ കഴിയുന്നവരോട് മനസ്സ് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുവാനായിട്ട്, നീതി പ്രവർത്തിക്കുവാനായിട്ട് അവരോട് ആവശ്യപ്പെടണം. തിന്മ കാണുമ്പോൾ അവരെ അത് തിരുത്തുവാനായിട്ട് സ്നേഹത്തോടെ നമ്മൾ ഇടപെടാതെ നമ്മൾ മാറി നിന്നാൽ, പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് മാറും. അനുഗ്രഹം വരണമെങ്കിൽ, ജീവിതത്തിലെല്ലാം നന്മയായിട്ട് മാറണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകളും കുറ്റങ്ങളും കാണുമ്പോൾ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അവരോട് നീതി പ്രവർത്തിച്ച് ജീവിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയും ചെയ്യണം. വീണ്ടും തുടർന്ന് തോബിത്ത് പറയുകയാണ്, അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യില്ലെന്ന് ആരറിഞ്ഞു. ഈ വചനം തോബിത്ത് നമ്മുടെ മുമ്പിൽ പകർന്നു തരികയാണ്. തോബിത്തിൻ്റെ ആ ജീവിതത്തിൽ ഒരു 58-ാമത്തെ വയസ്സിൽ കാഴ്ച നഷ്ടപ്പെടുന്നു. അവസാനം ഏകദേശം 8 വർഷം അത് ആ ഒരു പ്രവാസ കാലഘട്ടത്തിലൂടെ കടന്നുപോയി. എന്നിട്ട് തോബിത്ത് തൻ്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുന്നതാണ്, ഈ ദൈവത്തെ സ്നേഹിച്ചാൽ എപ്രകാരം ദൈവത്തെ സ്നേഹിക്കണം, ഈ നിലപാടുകളിലൂടെ കടന്നുപോയി ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി നമ്മൾ ദൈവത്തെ സ്നേഹിച്ചാൽ എല്ലാം ദൈവം നന്മയായിട്ട് മാറ്റും. കാരണം ദൈവം തക്ക സമയത്ത് ഇടപെടുമെന്നാണ് പറയുന്നത്. നമ്മുടെ ലാസറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നില്ലേ, ലാസറിൻ്റെ സഹോദരിമാർ ലാസറുമൊക്കെ ദൈവത്തെ സ്നേഹിച്ചവരായിരുന്നു. ഈശോ പോലും ആ ഭവനത്തിൽ കടന്നു ചെന്ന് അവരുടെ ആതിഥ്യം സ്വീകരിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഈശോയാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു നിർണായകമായ ഒരു സംഭവം നടക്കുകയാണ്. അവരുടെ സഹോദരൻ രോഗം ബാധിച്ച് മരിച്ചു. പെട്ടെന്ന് ഈ സഹോദരിമാർ ലാസറിൻ്റെ ഈ മരണവാർത്ത, ഈ രോഗാവസ്ഥ പെട്ടെന്ന് ഈശോയുടെ അടുത്ത് അറിയിക്കുകയാണ്. ആദ്യം രോഗിയായപ്പോൾ തന്നെ രോഗം മൂർച്ഛിച്ച് മരണവുമായിട്ട് മല്ലടിക്കുന്ന ലാസറിൻ്റെ അവസ്ഥ സഹോദരിമാർ ഈശോയുടെ അടുത്തേക്ക് അറിയിച്ചപ്പോൾ ഈശോ അത് കേട്ടതിന് ശേഷം അവിടുന്ന് ഈശോ പുറപ്പെടുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈശോ അവിടുന്ന് യാത്ര ആരംഭിക്കുന്നത്. ഈശോ യാത്ര ആരംഭിച്ചു. അവസാനം ഈശോ അവിടെ ലാസറിൻ്റെ ഭവനത്തിൽ എത്തുന്നത് എപ്പോഴാണ്? സംസ്കാരം കഴിഞ്ഞ് 4-ാമത്തെ ദിവസമാണ്. ലാസറിനെ അടക്കി സംസ്കരിച്ചിട്ട് 4-ാമത്തെ ദിവസമാണ് ഈശോ എത്തുന്നത്. പക്ഷെ അവർ ദൈവത്തെ സ്നേഹിച്ചവരായതുകൊണ്ട് ദൈവം തക്ക സമയത്ത് ഇടപെട്ട് അവരെ അനുഗ്രഹം കൊടുക്കുകയാണ്. അവർ നിരാശപ്പെട്ടിട്ടില്ല. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരുന്നു. ദൈവം അവിടെ ലാസറിനെ ഉയർപ്പിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരുന്നാൽ ദൈവം എല്ലാം നന്മയായിട്ട് മാറ്റും. നമ്മൾ എടുത്തു ചാടി ചെയ്യരുത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകല നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് പറയുമ്പോൾ ശാന്തതയോടെ കാത്തിരിക്കാനുള്ള മനസ്സും കൂടെ ഉണ്ടാകണം. കുറച്ച് നാൾ പ്രാർത്ഥിച്ചു, കുറച്ച് നാൾ ദൈവത്തെ ആരാധിച്ചു, കുറച്ച് നാൾ ദൈവത്തെ സ്തുതിച്ചു, കൂദാശകളിലൊക്കെ പങ്കെടുത്തു, തീഷ്ണതയോടെയൊക്കെ പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കരുതി എല്ലാം അവസാനിപ്പിച്ചിട്ട് നിരാശയ്ക്ക് അടിമപ്പെടുകയല്ല വേണ്ടത്. കാത്തിരിക്കണം ദൈവം ഇടപെടുന്നത് വരെ.
ദൈവം ഇടപെടുന്നത് വരെ കാത്തിരിക്കണം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും നമ്മൾ നഷ്ടധൈര്യരാകാതെ കാത്തിരിക്കുവാനായിട്ട് കഴിയണം. വീണ്ടും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ 15-16 തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കുവാൻ കൈ കുടയുന്നവൻ, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കുവാൻ ചെവി പൊത്തുന്നവൻ, തിന്മ ദർശിക്കാതിരിക്കുവാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ, അവൻ ഉന്നതങ്ങളിൽ വസിക്കും. കാരണം ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ ജീവിതം നയിക്കുന്നവരാണ്. അനുഗ്രഹമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട ഈ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ നിലപാടുകളിൽ ഈ മനോഭാവങ്ങളുണ്ടാകണം. നീതിയുടെ മാർഗത്തിലേ ചരിക്കാവൂ. പാപഭംഗിലമായ മാർഗത്തിലൂടെ നമ്മുടെ കാൽപാദങ്ങളെ വിട്ടുകൊടുക്കാതിരിക്കുക. പാപം നിറഞ്ഞ വഴിയിലൂടെ ചരിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തിന് അത് തടസ്സം സൃഷ്ടിക്കാനായിട്ട് അവസരം കൊടുക്കാതിരിക്കുക. മറ്റൊന്ന്, സത്യം സംസാരിക്കുന്നവൻ. സത്യമായിരിക്കണം നമ്മുടെ സംസാരത്തിൽ. നേരത്തെ തോബിത്ത് പറഞ്ഞ ആ തോബിത്തിൻ്റെ പുസ്തകത്തിലെ തോബിത്തിൻ്റെ ഉപദേശത്തിലും പറയുന്ന അതാണ്, സത്യമേ പറയാവൂ. ഒരു കാര്യം നേടാനായിട്ട് കളവ് പറഞ്ഞ്, അസത്യം പറഞ്ഞ്, ഈ അസത്യം കൂട്ടി നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിന് തടസ്സമാക്കി മാറ്റരുത്. സത്യമേ പറയാവൂ. പിശാചാണ് നുണയൻ. യേശു തന്നെ പറയുന്നുണ്ട്, പിശാച് നുണയനും നുണയൻ്റെ പിതാവും എന്നാണ്. അപ്പോൾ സത്യത്തിന് വിരുദ്ധമായി നമ്മുടെ കാര്യങ്ങൾ നേടാനായി, അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും വെട്ടിപ്പിടിക്കുവാനായിട്ട് നമ്മൾ മറ്റുള്ളവരെ തകർക്കുന്ന രീതിയിൽ, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന രീതിയിൽ കള്ളങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയണം. വീണ്ടും, മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ, കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ. നമുക്കറിയാം, കൈക്കൂലിയൊക്കെ കൊടുക്കുന്നവർ ചിലർ കൈക്കൂലി ചോദിച്ച് വാങ്ങുമില്ല, കൈ നീട്ടില്ല. അവർ ഇരിക്കുമ്പോൾ കൈക്കൂലി കൊടുക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം? ചിലരുടെ കൈകളിൽ ഇങ്ങനെ പിടിച്ചെടുത്ത് വെച്ച് കൈ പിടിച്ച് അമർത്തി വെക്കുന്നത് കാണാൻ പറ്റും അല്ലേ? ചിലർ കൈക്കൂലിയായിട്ട് ചില കാര്യങ്ങൾ കൊടുക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? കയ്യിൽ കൊടുത്തിട്ട് അതൊന്ന് മടക്കി വയ്ക്കും. പക്ഷേ ഈ വചനം പറയുന്നത് എന്താണ്? നീ അത് കുടഞ്ഞു കളയണമെന്നാണ് പറയുന്നത്. കാരണം അത് വേണ്ട. കൈക്കൂലി വാങ്ങാതിരിക്കാനായിട്ട് കൈ കുടഞ്ഞു കളയണമെന്നാണ് പറയുന്നത്. അതല്ലാതെ മറ്റുള്ളവർ, കാരണം നമുക്ക് അർഹതപ്പെടാത്തത്, നമുക്ക് അവകാശമല്ലാത്തത്, നമ്മുടെ ജീവിതത്തിൽ അർഹതയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും എടുത്ത് നമ്മുടെ മേൽ വച്ചാലും നമ്മളത് കൊണ്ടുപോകാൻ, നമ്മൾ അത് സ്വന്തമാക്കാനായിട്ട് പാടില്ല. അത് കുടഞ്ഞു കളയണം. അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ്. നമുക്ക് ദൈവം നൽകുന്നത് മാത്രം, നീതിയുടെ ജീവിതം നയിച്ച് ലഭിക്കുന്ന സമ്പത്തും അനുഗ്രഹവും മതിയെന്ന് തീരുമാനമെടുക്കണം. അപ്പോൾ എല്ലാം നന്മയായിട്ട് പരിണമിപ്പിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്ന ഒരു ജീവിതമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെല്ലാം നന്മയായിട്ട് മാറില്ല. ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് നമ്മൾ പറയും, പക്ഷേ നമ്മൾ ഈ തിന്മ പ്രവർത്തിച്ചിട്ട് അനുഗ്രഹത്തിന് അത് തടസ്സം സൃഷ്ടിച്ചാൽ അത് ദൈവഹിതമല്ല. മറ്റൊന്ന്, വീണ്ടും വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, രക്തച്ചൊരിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കുവാൻ കാത് പൊത്തുന്നവൻ. കാരണം ഇങ്ങനെയുള്ളവർക്കാണ് ദൈവം എല്ലാം നന്മയായിട്ട് മാറ്റുന്നത്. രക്തച്ചൊരിച്ചിലുകളെ പറ്റി കേൾക്കാതിരിക്കുവാൻ കാത് പൊത്തുന്നവൻ, മറ്റുള്ളവരുടെ തകർച്ച, മറ്റുള്ളവരുടെ വേദന, മറ്റുള്ളവരുടെ രക്തച്ചൊരിച്ചിലുകൾ ഇത് കാണാനായിട്ട് ഇന്ന് മനുഷ്യൻ ആർത്തിയാണ്. മൊബൈൽ ഫോണിലൂടെയൊക്കെ ഇന്ന് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മുടെ ന്യൂസ് ചാനലുകളിലൂടെയൊക്കെ വെറുപ്പിൻ്റെ, വാശിയുടെ, വൈരാഗ്യത്തിൻ്റെ വാർത്തകൾ കേൾക്കാനായിട്ട് നമ്മൾ കാതുകൾ കൊടുത്താൽ അത് അനുഗ്രഹമായിട്ട് മാറുകയില്ല. നമ്മുടെ വിശ്വാസം അത് തകരും. അപ്പോൾ നമ്മൾ ഈ വെറുപ്പിൻ്റെയും സ്പർദ്ധയുടെയും രക്തച്ചൊരിച്ചിലിൻ്റെയും വാക്കുകൾ കേൾക്കുവാൻ നമ്മുടെ ചെവികൾ വിട്ടുകൊടുക്കരുത്. മറ്റൊന്ന്, തിന്മ ദർശിക്കാതിരിക്കുവാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ അവൻ ഉന്നതങ്ങളിൽ വസിക്കും. അപ്പോൾ ദൈവം എല്ലാം നന്മയായിട്ട് മാറ്റണമെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് തിന്മ ദർശിക്കാനായിട്ട് അവസരം കൊടുക്കാതിരിക്കുക. മൊബൈൽ ഫോണിലൂടെ വേണ്ടാത്ത ദുശീലങ്ങളിലേക്ക് അടിമപ്പെടുത്തുന്ന വീഡിയോസും അല്ലെങ്കിൽ തിന്മകളും നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാതെ കണ്ണുകൾ തിന്മ കാണാനായിട്ട് വിട്ടുകൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നന്മയായിട്ട് മാറുകയില്ല. എല്ലാം നന്മയായിട്ട് മാറണമെങ്കിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ക്രൈസ്തവ ജീവിതം ഈ ഭൂമിയിലാണെങ്കിലും ഉന്നതത്തിൽ വസിക്കേണ്ട ജീവിതമാണ്. നിത്യതയെ ധ്യാനിച്ച് ജീവിക്കേണ്ട ജീവിതമാണ്. അവിടെയാണ് ദൈവം എല്ലാം നന്മയായിട്ട് പരിണമിപ്പിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന വചനം നമ്മളിൽ പൂർത്തീകരിക്കണമെങ്കിൽ നമ്മളെടുക്കേണ്ട ചില നിലപാടുകളാണ് ഈ തിരുവചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയത്. തോബിത്തിൻ്റെ ജീവിതാനുഭവത്തിലൂടെ തോബിത്ത് അനുഭവിച്ച യാഥാർത്ഥ്യം, തോബിത്തിൻ്റെ ജീവിതം എപ്രകാരം അനുഗ്രഹമായി അത് തോബിത്ത് തൻ്റെ
പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 6-ാം തിരുവചനത്തിൽ നമ്മളോട് ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. ഈ തിരുവചനത്തിൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ തയ്യാറായാൽ നീ ഇന്ന് ഏതവസ്ഥയായിക്കൊള്ളട്ടെ, ദൈവം നിൻ്റെ ജീവിതത്തെ അനുഗ്രഹപൂർണ്ണമാക്കും, നന്മയാക്കി മാറ്റും. ദൈവിക പദ്ധതിയാക്കി നിൻ്റെ ജീവിതത്തെ ദൈവം അത് ഏറ്റെടുത്ത് അനുഗ്രഹമാക്കി മാറ്റണമെങ്കിൽ നീ ഒന്നാമത് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ കർത്താവിങ്കിലേക്ക് തിരിയണം. അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായിട്ട് വ്യാപരിക്കണം. അവിടുന്ന് നിനക്ക് ചെയ്ത നന്മകളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് എല്ലാറ്റിനും ദൈവത്തിന് നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കണം. കർത്താവിനെ സ്തുതിക്കണം. കാരണം പ്രവാസത്തിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും വേദനയുടെ കാലഘട്ടത്തിലാണെങ്കിലും നീ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കണം. പാപികളോടും ബലഹീനരോടും നിനക്ക് കർത്താവിൻ്റെ മഹത്വം പ്രഘോഷിക്കുവാനായിട്ട് കഴിയണം. പാപികളെ ആ തിന്മയിൽ നിന്ന് പിന്തിരിയുക എന്ന് പറഞ്ഞ് അവരെ നേരായ പാതയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നിനക്ക് സാധിക്കണം. അപ്പോൾ നീതി പ്രവർത്തിച്ച് ദൈവസന്നിധിയിൽ നീ സ്വീകാര്യനാകുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളെയും നന്മയാക്കി മാറ്റും, അനുഗ്രഹമാക്കി മാറ്റും. നമുക്ക് കരങ്ങൾ കൂപ്പാം, കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകല നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന വചനം അത് നമ്മുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെടുക്കേണ്ട നിലപാടുകളാണല്ലോ കർത്താവെ ഈ തിരുവചനത്തിലൂടെ ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ജീവിതങ്ങളെ ഈ വചനത്തിന് യോഗ്യമായി ക്രമീകരിക്കുവാൻ ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഈ വചനത്തിന് വിരുദ്ധമായ തിന്മകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് അസത്യത്തിൻ്റേതാകാം, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ തിന്മകൾ നൽകുന്ന സ്വഭാവ ദൂഷ്യങ്ങളാകാം. അവയൊക്കെ ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റി വിശുദ്ധമായ ജീവിതത്തിന് ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ, കൃതജ്ഞതയർപ്പിക്കുവാൻ, ദൈവം ഞങ്ങളിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക്, നന്മകൾക്ക് നന്ദി പറഞ്ഞ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് രക്ഷയുടെ പാനപാത്രം ഉയർത്തി അങ്ങേക്ക് കൃതജ്ഞതയർപ്പിച്ച് ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്നവരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.